നിങ്ങൾ ഈ അടുത്ത പാലക്കാട് കൊല്ലങ്കോട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ പറഞ്ഞുതരാം. മറക്കാതിരിക്കാൻ ഈ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോട്ടെ. നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇവിടെ കയറാൻ എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പോണ വഴിക്ക് തന്നെ ഇങ്ങനെ കുറച്ച് അമ്മമാർ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്നത് കാണാം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ അവരൊന്ന് സഹായിക്കണേ. നമുക്ക് മുകളിലോട്ട് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വാട്ടർഫോൾസ് കാണാൻ പറ്റും. ഒത്തിരി ആൾക്കാരാണ് കുളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ കുളിക്കാൻ റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവനവൻ്റെ സാധനങ്ങൾ അവനവനും തന്നെ തിരിച്ച് കൊണ്ടുപോകേണ്ടതാണ്. അടുത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്ക് പോണ വഴിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു താമരപ്പാടം വരുന്നത്. ഇതിനെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതും നല്ല അടിപൊളി പാടാണ്. ഒത്തിരി ഫോട്ടോ പോയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ചായക്കടകൾ ഇവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയ്ക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ചായക്കട കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ചായക്കട ഇല്ല. ഇവിടുത്തെ ചായയും പരിപ്പോടൊക്കെ സൂപ്പറാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന പട്ടികളൊക്കെ കാരണം കൊണ്ട് പല ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഒരു ചായയും പാസ്സാക്കി നമ്മൾ നേരെ പോയത് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിലോട്ടാണ്. ഒരുപാട് മരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു അമ്പലത്തിന് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. കൊല്ലങ്കോട് പോകുമ്പോൾ മാക്സിമം നമ്മൾ 2 വീലർ യൂസ് ചെയ്യുക. കാരണം ചെറിയ വഴികളാണ്, റോഡ് ഭയങ്കര മോശമാണ്, കാറ് പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സ്ഥലക്കുറവാണ്. അപ്പോൾ 2 വീലർ പോകുമ്പോൾ നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും നല്ല പ്ലേസുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.